വീടുകാർക്ക് കൊടുക്കുകയും ഇതിനെ വളർത്തി നിങ്ങളത് കൊണ്ട് ഓരോ സമയത്തും അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ വളർച്ച ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സന്തോഷ വാർത്ത ഉണ്ടായി, ആട് ഗർഭിണിയാണ്. അതൊരു സന്തോഷ വാർത്തയാണ്. എന്തായാലും നമ്മൾ കൊടുത്ത ആട് രണ്ടാടിനെ കൊടുത്തു, അത് ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്ത വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇനി അവർ കുട്ടികളുണ്ടാകട്ടെ, അത് വെച്ചിട്ട് അവരെന്ത് ചെയ്യണം, ആ കുടുംബത്തിൻ്റെ ഒരു രക്ഷ എന്നുള്ള രീതിയിലാണ് ആ പരിപാടി. സാമൂഹിക രീതിയിൽ അത് വാർത്താ പ്രാധാന്യം ഏറി കൊടുത്തിരുന്നു. പല പത്രങ്ങളിലും വന്നിരുന്നു അതിജീവൻ എന്നുള്ള പരിപാടി സ്കൂൾ വെച്ച് കൊടുത്താൽ. അതുപോലെ കിട്ടോച്ചി എന്നുള്ള പുതിയ പേരുകൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ LP സ്കൂൾ പല പരിപാടികൾ നടത്താറുണ്ട്. രാജമാഷ് ഓരോ പേര് കണ്ടുപിടിക്കും, അതിനനുസരിച്ചാണ്. ഇപ്പോൾ അഡ്മിഷനോത്സവം തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അഡ്മിഷൻ ഒറ്റ ദിവസം 1ാം ക്ലാസ്സിലേക്ക് 151 കുട്ടികൾ വന്ന് ചേർന്നു എന്നുള്ളതാണ് LP സ്കൂളിൻ്റെ പ്രത്യേകത. പല വിദ്യാലയങ്ങളിലും കുട്ടികളെ നോക്കി വീടുകൾ കയറി ഇറങ്ങുന്ന ഒരവസ്ഥയിൽ പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ 150 കുട്ടികളെ ഏരിയ വരെ ചർച്ച ചെയ്തു വേണം. ഒരു ദിവസം അഡ്മിഷനോത്സവം വെക്കുകയാണ്. അന്ന് തന്നെ കളിപ്പാട്ടം, അവരെ പേരെഴുതിയ പെൻസിലും കൊടുത്തുകൊണ്ട് വരുന്ന കുട്ടികളുടെ പേരെഴുതിയ പെൻസിൽ അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം, ഒരു കളിപ്പാട്ടക്കാരനെ കോട്ടക്കുന്ന് കൊണ്ടുവന്നാണ്, എന്നിട്ടാണ് നിർത്തി. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് നടത്തിയത്. കേസിൽ ഉൾപ്പെടെ 200-ലധികം കുട്ടികൾ നവാഗതരും അക്ഷരമുറ്റത്തേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾ, അതുപോലെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ ഇപ്പം നേടിയ വിജയം, NMMS എന്ന് പറഞ്ഞാൽ നല്ല ഒരു അക്കാദമിക് നല്ലൊരു